മഞ്ഞുപാളികൾക്ക് മുകളിൽ കളിക്കുകയായിരുന്നു 2 കുട്ടികളും. അതിനിടെ ഒരാൾ മഞ്ഞുപാളി തകർന്ന് നദിയിലേക്ക് വീണു. മറ്റേ കുട്ടി എത്ര ശ്രമിച്ചിട്ടും നദിയിലേക്കെത്താനായില്ല. അവൻ ഓടിച്ചെന്ന് മരത്തിൽ നിന്ന് വലിയ കൊമ്പ് ഒടിച്ചെടുത്തു. തിരിഞ്ഞുവന്ന് മഞ്ഞുപാളികൾ തല്ലി തകർത്ത് സുഹൃത്തിനെ രക്ഷിച്ചു. മെഡിക്കൽ സംഘമെത്തി അവന് പ്രഥമ ശുശ്രൂഷ നൽകി. ആ കൊച്ചുകുട്ടി എങ്ങനെ ഇത്ര വലിയ കമ്പ് ഒടിച്ചെടുത്തു, ആ മഞ്ഞുപാളി തകർത്തു, കൂട്ടുകാരനെ രക്ഷിച്ചു എന്നത് അവർക്ക് അത്ഭുതമായി. അവിടെ ഉണ്ടായിരുന്ന വൃദ്ധൻ അവരോട് പറഞ്ഞു, അവനത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയാം. അത്ര വലിയ കമ്പൊടിച്ച് മഞ്ഞുകട്ട തല്ലി തകർക്കാൻ അവനെ കൊണ്ടാകില്ലെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആത്മബോധത്തേക്കാൾ അപരവാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരാളും അവരർഹിക്കുന്ന വിജയ മുനമ്പുകളിൽ എത്തിച്ചേരില്ല. ഉരുമ്പെട്ടിറങ്ങുന്നവർ അമിതാഭിമുഖ്യം കാണിക്കരുതാത്ത ചില കാര്യങ്ങളുണ്ട്. നാനാദിക്കുകളിലേക്ക് നോക്കരുത്. എല്ലാം നിരീക്ഷിച്ചു വരുമ്പോഴേക്കും ചുവടുകൾ അപ്രസക്തമാകും. കയ്യടികൾക്കും പ്രോത്സാഹനങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കരുത്. മറ്റൊരാളുടെ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി നിലകൊള്ളുന്നവരല്ല ആരും. പൊടുന്നനെ പ്രതികരിക്കേണ്ടപ്പോൾ അനേകരുടെ അഭിപ്രായങ്ങൾ ആരായരുത്. ഒന്നിനോടും ആർക്കും ഒരേ സമീപനമല്ല. ചില പ്രായോഗിക ബുദ്ധിക്കാരുടെ ഉപദേശങ്ങളിൽ തട്ടി വീഴാനിടയുണ്ട്. ഉള്ളിൽ ജ്വലിക്കുന്ന കനലിനെ വെള്ളമൊഴിച്ച് കെടുത്താൻ ആരെയും അനുവദിക്കരുത്. ആളിക്കത്തിക്കാൻ കഴിയുന്നവരെ അടുത്ത് നിർത്തുകയും വേണം. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കാനാകില്ല. തത്സമയ ബോധത്തിൽ നിന്ന് ചടുലമായി പ്രതിപ്രവർത്തിക്കേണ്ടി വരും. ആത്മധൈര്യം മാത്രമാണ് അവിടെ ബലം. ഒന്നും തുടങ്ങാത്തവരുടെയും എങ്ങുമെത്താത്തവരുടെയും പൊതു സ്വഭാവ ദൂഷ്യം അവർ രണ്ടും കൽപ്പിച്ചിറങ്ങുകയോ അതിസാഹസികതയ്ക്ക് മുതിരുകയോ ചെയ്യില്ല എന്നതാണ്. ആത്മധൈര്യത്തെ വെല്ലുവിളിച്ച് ഒരു കാര്യം പോലും ചെയ്യാതെയുള്ള ജീവിതത്തിന് എന്ത് ക്രിയാത്മകതയാണുള്ളത്? ആയുസ്സിലൊരിക്കലെങ്കിലും അത്തരമൊരു കർമ്മം ചെയ്താൽ അനേകായിരങ്ങളുടെ അത്തരം ചെയ്തികൾ ഒരുമിച്ചു ചേർന്നാൽ അത് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ എത്ര അവിശ്വസനീയമായിരിക്കും.